Hi, this is the Gauss Divergence Theorem. The statement is that f is equal to fi plus gj plus hk be a vector with the functions f, g, h having continuous first order partial derivatives at all points in a solid region h having volume v with closed and bounded surface s having outward orientation. Then double integral over s f dot n ds is equal to triple integral over r del dot f dv, where n is the outward unit normal to the surface s. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എഫ് ഒരു വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ ആണ്, എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ ബി ദ വെക്റ്റേഴ്സ് വിത്ത് ഫംഗ്ഷൻസ് എഫ് ജി ആൻഡ് എച്ച് ഹാവിംഗ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എഫ് ജി എച്ച് ആർ ദ കമ്പോണൻറ്റ്സ് ഹാവിംഗ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് ഓൾ ദ പോയിന്റ്സ് ഇൻ ദ സോളിഡ് റീജിയൻ എച്ച്. ആ സോളിഡ് റീജിയനിലെല്ലാം ഹാവിംഗ് വോള്യൂം വി വിത്ത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സർഫസ് എസ് ഹാവിംഗ് outward orientation. Then double integral over s f dot n ds is equal to triple integral over r del dot f dv. അപ്പോൾ double integral, this is a surface integral, നമ്മൾ surface integral പഠിച്ചതാണ്. അപ്പോൾ surface integral double integral over s f dot n ds, surface integral is equal to എന്തായത് വോള്യൂം ഇൻ്റഗ്രൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ട്രിപ്പിൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ വോള്യൂം ഇൻ്റഗ്രൽ ആണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡെൽ ഡോട്ട് എഫ്. ഡെൽ ഡോട്ട് എഫ് ഈസ് divergent of f dv, where n, what is n? n is the unit normal, outward unit normal to the surface s. അപ്പോൾ അത് n കണ്ടുപിടിക്കാനും നമ്മൾ കഴിഞ്ഞ സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോസ് ഡൈവേർജൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ന് നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. ഓക്കെ, now the question: use divergence theorem to find the outward flux of the vector field f is equal to 2xi plus 3yj plus z square k across the unit cube z equal to 1, z equal to 0, z equal to 1, y is equal to 0, y is equal to 1 and x equal to 0, x equal to 1. So we have to find out the outward flux. നമുക്കറിയാം എന്താ outward flux. ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ തന്നെയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസിനെയാണ് നമ്മൾ ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട് എക്രോസ് എ യൂണിറ്റ് ക്യൂബ് ആണ്. സോ എക്സ് വൈ ഇസഡ് എല്ലാം 0 to 1 ആണ് വേരിയേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്? ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താ, ഇൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഇതാണ് നമ്മുടെ ഔട്ട്വേർഡ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് ചെയ്യാൻ പോവാണ്. സോ ബൈ ഡൈവേർജൻസ് തിയറം we have outward flux double integral over s f dot n ds is equal to triple integral over v div f, that is del dot f dv. ഇതാണ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡെൽ ഡോട്ട് എഫ് ആൻഡ് ദെൻ we have to integrate. Okay, so what is del dot f? Let it be equation number 1 എന്ന് കൊടുത്തു. Now what is del dot f? Del dot f is equal to, this is f, so del dot f is, what is del dot f? Del dot f നമുക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് f1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് f2 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് f3. ഇത് f1 f2 f3 ആണെങ്കിൽ നമുക്ക് ഡെൽ ഡോട്ട് എഫിൻ്റെ ഫോർമുല ഡോ ബൈ ഡോ എക്സ് ഓഫ് f1, what is f1? f1 is 2x പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് f2, what is f2? f2 is 3y പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് f3, that is z square. So what is the answer? Here it is 2 plus 3 plus 2z, that is equal to 5 plus 2z. So this is the formula. Okay, this is the del dot of, നമുക്ക് ഡൈവേർജൻസ് കിട്ടിയത് 5 plus 2z ആണ്. നമുക്കിവിടെ ഇക്വേഷൻ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 becomes, what is equation number 1? Equation 1 becomes, therefore equation 1 becomes double integral over s f dot n ds is equal to triple integral over v del dot f dv. So del dot f is 5 plus 2z and the limits of integration, എന്താ നമ്മുടെ ലിമിറ്റ്സ്? x varies from 0 to 1, y varies from 0 to 1 and z varies from 0 to 1. So integral 0 to 1, integral 0 to 1, integral 0 to 1, 5 plus 2z dz dx dy dx.
ഓക്കെ, ഇനി നമുക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. So this is equal to integral 0 to 1, integral 0 to 1. First of all, we are integrating with respect to z. So this becomes 5z plus 2 into z square by 2 within the limits 0 to 1 dy dx. So this is equal to integral 0 to 1, integral 0 to 1. Applying the limits, we get 5 plus 2 get cancelled, 5 plus 1. Okay, lower limit 0 yana, so both the terms becomes 0. Now dy dx, this is equal to 6. 6 is a constant, taking outside 6 into integral 0 to 1. Now we are integrating with respect to y. So integral 0 to 1 dy. What is integral 0 to 1 dy? Integral 0 to 1 dy is y with respect to, within the limit 0 to 1, then dx. So this is equal to 6 into integral 0 to 1. Here limits കൊടുക്കുമ്പോ എന്താ വരിക? 1. 1 minus 0, that is 1. So 1 dx, that is dx. Integral 0 to 1 dx equal to x within the limit 0 to 1. So this is equal to 6 into x within the limit 0 to 1, and this is equal to 6. Okay, so the final answer is 6. So the flux, outward flux, double integral over s f dot and ds is equal to 6 using divergence theorem. അപ്പോൾ divergence theorem യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാണ്ട് സർഫസ് ഇൻറ്റഗ്രൽ ആണ് നമുക്ക് ഡയറക്റ്റ്ലി ഇത് തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യേണ്ടി വരും. ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ആൻസറിലോട്ട് എത്തിച്ചേർന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, use divergence theorem to evaluate double integral over s f dot and ds where f is equal to xi plus zj plus yzk and s is the surface of the cube bounded by x equal to 0, x equal to 1, y equal to 0, y equal to 1, z equal to 0, z equal to 1. Also verify the result by computing the surface integral over s. അപ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഔട്ട്വേർഡ് ഫ്ലക്സ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബൈ കമ്പ്യൂട്ടിംഗ് ദ സർഫസ് ഇൻറ്റഗ്രൽ ഓവർ എസ്. അപ്പോൾ ക്യൂബിന് നമുക്ക് 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസിൻ്റെയും സർഫസ് ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്ത് നമുക്കിത് വെരിഫൈ ചെയ്യണം. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെരിഫിക്കേഷൻ നോക്കാം. സോ ഹിയർ വി ആർ ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു, ഹിയർ വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് ഇസഡ് ജെ പ്ലസ് വൈ ഇസഡ് കെ. ഇതാണ് നമ്മുടെ വെക്റ്റർ പോയിൻറ്റ് ഫംഗ്ഷൻ. Now what is del dot f? Del dot f ഇവിടെ ഞാനിവിടെ കണ്ടുപിടിക്കുകയാണ്. Del dot f is equal to dou by dou x of x, that is 1, plus dou by dou y of z, that is 0, plus dou by dou z of yz, that is y. Okay, so this is equal to 1 plus y. Del dot f is equal to y. Now by divergence theorem വച്ചിട്ട് divergence theorem, double integral over s f dot and ds is equal to triple integral over v del dot f dv. So this is equal to integral, here also limits എന്തൊക്കെയാ, 0 to 1, 0 to 1 and 0 to 1. All the three variables varies from 0 to 1. So integral 0 to 1, integral 0 to 1, integral 0 to 1. What is del dot f? Del dot f is 1 plus y. 1 plus y dz dy dx. Okay, നമുക്ക് ലിമിറ്റ്സ് കൊടുത്ത് നോക്കാം. Integral 0 to 1, integral 0 to 1. First we are integrating with respect to z. So 1 plus y is a constant. For 1 plus y into z എന്ന് കൊടുക്കാം. Within the limit 0 to 1 dy dx. So this is equal to integral 0 to 1, integral 0 to 1, 1 plus y. അല്ലേ, 1 plus y തന്നെ വരുന്നു. ഇവിടെ z ആണ്, z within the limit 0 to 1 ആണ്. So that becomes 1. So we get 1 plus y only dy dx. Now we are integrating with respect to y. Y ക്ക് integrate ചെയ്യുമ്പോൾ എന്താ വരിക? This is equal to integral 0 to 1 with respect to y ചെയ്യുമ്പോൾ here it is y plus y square by 2, y plus y square by 2 within the limit 0 to 1 dx. So this is equal to, when we are applying the limits, we get 1 plus 1 by 2. What is 1 plus 1 by 2? 1 plus 1 by 2 is 3 by 2. That is a constant. So taking outside 3 by 2 into integral 0 to 1 dx. So integral 0 to 1 dx is x.
within the limit 0 to 1 is 1. So this is equal to 3 by 2 into x within the limit 0 to 1. So this is equal to 3 by 2. Okay, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് ആൻഡ് ഡി എസ് ഈസ് ഈക്വൽ ടു 3 by 2 ബൈ യൂസിങ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് നമ്മൾ ചെയ്തു, ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യണം. ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യുക എങ്ങനെ? കമ്പ്യൂട്ടിംഗ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ്. ഓരോ സർഫസിൻ്റെയും സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് ആഡ് ചെയ്യുമ്പോൾ 3 by 2 തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് സർഫസ് ഇൻ്റഗ്രൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് ഓരോ സർഫസും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിഗർ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. ക്യൂബ് വരയ്ക്കാം. Now verification. അപ്പോൾ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഓരോ സർഫസായിട്ട് നോക്കാം. സോ ദിസ് ഈസ് ദ ക്യൂബ്. ഇതാണ് നമ്മുടെ ക്യൂബ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് വരച്ചിട്ടുണ്ട്. ക്യൂബിൻ്റെ 6 ഫേസസ് ഉണ്ട്. സോ നമുക്ക് ഓരോ ഫേസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ഫേസിനെ ഞാൻ S1 എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. S1 ഫേസ് നമ്മൾ നോക്കുന്നത് Z ഈക്വൽ ടു 0 വരുന്ന ഫേസ്. Z ഈക്വൽ ടു 0 വരുന്ന ഫേസ് ഈ ഫേസ് ആണ്. OAGF എന്ന ഫേസ് ആണ് Z ഈക്വൽ ടു 0 വരുന്ന ഫേസ്. ഓക്കെ, OAGF എന്ന ഫേസ്. സോ ദിസ് ഈസ് ഫേസ് S1 ഈ സർഫസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർഫസ് S1 എന്ന് എടുക്കുന്നു. ഓൺ S1 ഏതാ? OAFG എന്ന ഫേസ് ആണ് S1. അവിടെ നമുക്ക് Z ഈക്വൽ ടു 0 ആണ് അല്ലേ? അവിടുത്തെ ഇതാ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 1 0 0 ആണ്. this is y axis. So 0 1 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x varies from 0 to 1, y from 0 to 1, z from 0 to 1. സോ എല്ലാം 1 ആണ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 0 1 0 and this is the point 0 0 1. ഓക്കെ, സോ ഈ ഒരു ഫേസിലെ ഇസഡിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇസഡ് ഈക്വൽ ടു 0 ആണ്. ഇനി എന്താ വേണ്ടത്? ഈ ഒരു ഫേസിൻ്റെ യൂണിറ്റ് നോർമൽ വേണം n, and n is the unit normal vector towards this plane. ദിസ് ഫേസ്. അപ്പോൾ ഈ ഫേസിൻ്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയുന്നത് ഇത് XY പ്ലെയിൻ ആണ്. ഇവിടെ Z ഈക്വൽ ടു 0 ആണ്. Z ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടുത്തെ നോർമൽ വെക്റ്റർ n ഈസ് ഈക്വൽ ടു -k ആയിരിക്കും. കാരണം Z ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്ററാണ് നമ്മളിവിടെ എടുക്കുന്നത്. Z ആക്സിസ് ഈ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ വി ടേക്ക് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദിസ് ഫേസ് ആസ് -k. അപ്പോൾ -k ആണ് ഇവിടുത്തെ യൂണിറ്റ് വെക്റ്റർ. സോ n ഈസ് ഈക്വൽ ടു -k. യൂണിറ്റ് വെക്റ്റർ n ഈസ് ഈക്വൽ ടു -k ആൻഡ് ds. വാട്ട് ഈസ് ds? ഇവിടുത്തെ ds എന്ന് പറയുന്നത് dx dy നമ്മൾ പഠിച്ചു. യൂണിറ്റ് വെക്റ്റർ ds in the xy പ്ലെയിനിലെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ dx dy ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് k ഡോട്ട് n എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു n -k തന്നെയാണ്. -k ആണ്. ദാറ്റ് ഇസ് k ഡോട്ട് k ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 1 ആണ് വരുന്നത് അല്ലേ? മോഡുലസ് ഉണ്ട്. സോ ഇത് മൈനസ് ക്യാൻസലായി പോവും. dx dy എന്ന് തന്നെയാണ് വരുന്നത്. ds ഈക്വൽ ടു dx dy. അപ്പോൾ dsന് dx dy കൊടുക്കുന്നു. n ഈസ് ഈക്വൽ ടു -k കൊടുക്കുന്നു. z 0 ആണ്. x ആൻഡ് y വേരീസ് ഫ്രം 0 to 1. നൗ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S1 f ഡോട്ട് n ds. നമ്മുടെ S1 എന്ന സർഫസിൻ്റെ ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമ്മൾ S1 എന്ന ഡിനോട്ട് ചെയ്യുന്നു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S1 f ഡോട്ട് n ds ഈസ് ഈക്വൽ ടു what is f dot n? F dot n is here n is equal to -k and f is equal to xi plus zj plus yzk. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ f dot n എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? -yz ആണ് വരുന്നത്. പക്ഷേ z ഈക്വൽ ടു 0 ആണ് ഇവിടെ. ഹിയർ z ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? f dot n ഈസ് ഈക്വൽ ടു ഹിയർ f dot n ഈസ് ഈക്വൽ ടു 0. f dot n 0 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് 0.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് 0 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ഫേസാണ് എടുക്കേണ്ടത്? ഇനി നമ്മൾ ഈ ഒരു ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് എടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഫേസ് ഇതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഫേസ് ഇതാണ്. ദാറ്റ് ഈസ് BCDE എന്ന ഫേസാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. S2 is the face BCDE. ഓക്കെ, നൗ ഓൺ S2 that is BCDE എന്ന ഫേസിൽ ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. ഈ ഒരു ഫേസ് വരുമ്പോൾ ഇസഡ് ഈക്വൽ ടു 1 ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ആൻഡ് വൈ വേരീസ് ഫ്രം 0 to 1. അവിടെയും എക്സ് വൈ വേരീസ് ഫ്രം 0 to 1 ആണ്. ഇസഡ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇസഡ് ഈക്വൽ ടു 1 ആണ്. ഇവിടെയാണ് ഈ മുകളിലാണ് വരുന്നത്. ഇസഡ് ഈക്വൽ ടു 1 എന്ന ഒരു പോയിന്റിലാണ് ആ ഒരു പ്ലെയിൻ വരുന്നത്. സോ ആ ഒരു ഫേസ് വരുന്നത്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നൗ what is the unit vector here? The unit vector n is equal to ഈ ഒരു ഫേസിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് k തന്നെയാണ്, പോസിറ്റീവ് ആയിരിക്കും. ഇത് നേരെയാണ് പോകുന്നത്, അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നതുകൊണ്ടാണ് നമ്മൾ -k എടുത്തത്. ഇവിടെ z ആക്സിസ് ഈ ഒരു ഫേസിന് നേരെ സെയിം ഡിറക്ഷനിലാണ് പോകുന്നത്. സോ വി ടേക്ക് പ്ലസ് k ആണ് അവിടുത്തെ യൂണിറ്റ് വെക്ടർ. സോ k. Now what is f dot n? F dot n കൂടെ നമുക്കിവിടെ ചെയ്യാം. f dot n is equal to f is a vector and n is a vector. So we get y z എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. f dot n എടുക്കുമ്പോൾ y z, പക്ഷേ zൻ്റെ വാല്യൂ 1 ആണ്. So we get f dot n is equal to y. Now on integrating, double integral over S2 f dot n ds is equal to also dsൻ്റെ വാല്യൂ കൂടെ നമുക്ക് വേണം. ds ഈക്വൽ ടു അവിടെയും dx dy തന്നെയാണ് വരിക. dx dy തന്നെയാണ് അവിടെയും വാല്യൂ വരുന്നത്. സോ f dot n ds is equal to double integral, that is x varies from 0 to 1, y varies from 0 to 1, f dot n is equal to y and ds equal to dy dx. So this is equal to integral 0 to 1 with respect to y integrate ചെയ്യുമ്പോൾ എന്താ വരിക? y²/2 within the limits 0 to 1 dx. Now we are applying the limits for y, so we get integral 0 to 1 1/2 dx. 1/2 is a constant. This is equal to 1/2 and integral y with respect to y integrate ചെയ്യുമ്പോൾ എന്താ വരിക? y²/2 within the limits 0 to 1 dx. Now we are applying the limits for y, so we get integral 0 to 1 1/2 dx. 1/2 is a constant. This is equal to 1/2 and integral dx is x. So x within the limit 0 to 1 and this is equal to 1/2. അപ്പോൾ രണ്ടാമത്തെ സർഫസിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് 1/2 ആണ് കിട്ടിയത്. ഫസ്റ്റ് വൺ 0 ആയിരുന്നു ആൻഡ് സെക്കൻഡ് വൺ 1/2. ഇനി എന്താ? ഇനി S3 എന്നൊരു ഫേസ് നമുക്ക് നോക്കാം. പുതിയ ഫേസ് ഏതാണെന്ന് നോക്കാം. S3 നമ്മൾ എടുക്കുന്നത് y is equal to 0 എന്നുള്ള ഫേസ് എടുക്കുക. y is equal to 0 എന്ന ഫേസ് ഇതാണ്. ഇവിടെ എക്സും ഇസഡും ആണുള്ളത്. എക്സ് ഇസഡ് പ്ലെയിൻ ആണ്, y ഇല്ല. y is equal to 0 ആണ്. സോ ഐ എം ടേക്കിംഗ് S3 ആസ് OCDF എന്ന ഈ ഒരു ഫേസ് ആണ് അടുത്തെടുക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് S3. ഓക്കെ, സോ നെക്സ്റ്റ് S3 എന്ന ഫേസ് ഏതാണ്? S3 എന്ന ഫേസ് നമ്മൾ എടുക്കുന്നത് y is equal to 0 എന്ന ഫേസിനെയാണ് നമ്മൾ S3 എന്ന് എടുക്കാൻ പോകുന്നത്, ആ സർഫസിനെ. അപ്പോൾ y is equal to 0 വരുന്നത് ഈ സർഫസാണ്. OCDF എന്ന സർഫസിലാണ് y is equal to 0 വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം z equal to 0, z equal to 1 completed. Then I am taking y is equal to 0. അപ്പോൾ y is equal to 0 എന്നുള്ള ഫേസ് കിട്ടി. അപ്പോൾ on S3 we have OCDF ആണ് y is equal to 0 എന്നുള്ള ഫേസ്. അപ്പോൾ ദിസ് ഈസ് S3. ഹിയർ y is equal to 0 ആണ്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റ് വെക്ടർ n എന്ന് പറയുമ്പോൾ ഇത് XZ പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് പോകുന്ന ആക്സിസ് y ആക്സിസ് ആണ്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ j ആണ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലായതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം? -j എന്നെടുക്കണം. സോ -j. Now what is f dot n? F dot n is equal to xi plus zj plus yzk ആണ്. ഇവിടെ n is equal to -j ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y is equal to 0 ആണ്. y is equal to 0. അപ്പോൾ ഇവിടെ -z മാത്രമാണ് വരുന്നത്. ഓക്കെ, -z ആണ് ഇവിടെ കിട്ടുന്നത്. സോ n is equal to -z. Now double integral what is ds is equal to, ഇവിടെ ds ഏതാണ്? xz പ്ലെയിൻ ആണ്. സോ ds is equal to dx dz.
ഇത് മാത്രമേ വരുന്നുള്ളൂ dx dz. Now double integral over S3 f dot n ds. F dot n ds is equal to integral 0 to 1 integral 0 to 1. These limits are for x and z, okay? And f dot n is equal to minus z dx dz, dz dx. So this is equal to minus, I am taking outside, integral 0 to 1, integrating z with respect to z is z square by 2 within the limits 0 to 1 dx. So this is equal to limits കൊടുക്കുമ്പോൾ 1 by 2 വരും, minus 1 by 2 നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു, minus 1 by 2 integral 0 to 1 dx. This is equal to x within the limits 0 to 1, that is 1. So we get 1 by 2. 1 minus 1 by 2. അപ്പോൾ S3യുടെ വാല്യൂ എന്താ കിട്ടുക? S3 is equal to minus 1 by 2 integral over S3. integral over S1, S2, S3 മൂന്നാണ് നമ്മൾ ചെയ്തു. ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തത് S4 എന്ന ഫേസ് ഏതാണെന്ന് നോക്കാം. S4 എന്ന സർഫസ്. S4 എന്ന സർഫസ് നമ്മൾ ഏതാണ് എടുക്കുന്നത്? നമ്മളിപ്പോൾ y is equal to 0 എന്ന സർഫസ് ആണ് എടുത്തത്. അപ്പോൾ ഇനി എടുക്കേണ്ടത് y is equal to 1 എന്ന സർഫസ്. ആ ഓർഡറിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർഫസ്, ദാറ്റ് ഈസ് ദിസ് സർഫസ്. വാട്ട് ഈസ് ദിസ്? ABEG എന്ന സർഫസ് ആണ് ഞാൻ S4 ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ഓൺ S4 ദാറ്റ് ഈസ് ABEG, അവിടെ വൈയുടെ വാല്യൂ 1 ആണ് അല്ലേ? നമ്മളിവിടെ ഇസഡിന് ചെയ്തതുപോലെ തന്നെയാണ് y is equal to 1 ആണ് ഇവിടെ. ഓൾസോ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? വൈയുടെ ഈ ഒരു സർഫസിൻ്റെ അതേ ഡയറക്ഷനിലാണ് y ആക്സിസ് പോകുന്നത്. സോ യൂണിറ്റ് വെക്ടർ n is equal to j ആയിരിക്കും. y is equal to 1 and vector n is equal to j. Therefore what is f dot n? f dot n is equal to yക്ക് 1 കൊടുക്കുന്നു, n equal to j യു ആണ്. അപ്പോൾ ഇവിടെ ജെയുടെ കമ്പണൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, z ആണ് അല്ലേ? വേറൊന്നും നോക്കാനില്ല. f dot n is equal to z and x and z, ഇവിടെയും എക്സും z തന്നെയാണ്. സോ x and z varies from 0 to 1. Now ds is equal to dx dz. Okay, now double integral over S4 f dot n ds is equal to integral 0 to 1 z into dz dx. So this is equal to integral 0 to 1 z square by 2 within the limit 0 to 1 dx. This is equal to 1 by 2 into integral 0 to 1 dx, which is also 1 by 2 അല്ലേ? integral 0 to 1 dx is 1. x ആണ് വരുന്നത്, ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ 1 വരും, 1 by 2. അപ്പോൾ S3 വരുമ്പോൾ 1 by 2. ഓക്കെ, ഇനി ലാസ്റ്റ് S3 അല്ല, സോറി S4. ഇനി S5ഉം S6ഉം ഉണ്ട്. ഇനി രണ്ട് ഫേസിൻ്റെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അത് ഏതൊക്കെ ഫേസാണ്? x equal to 0 വരുന്ന ഫേസും x equal to 1 വരുന്ന ഫേസും. x equal to 0 വരുന്ന ഫേസ് ഏതാണ്? x equal to 0 വരുന്ന ഫേസ് ഈ ഫേസാണ് അല്ലേ? ഇതാണ് ആ ഫേസ്. OABC എന്ന ഫേസിലാണ് x0 വരുന്നത്. ഓക്കെ, അപ്പോൾ x0 വരുന്നത് നമുക്ക് നോക്കാം. സോ ഓൺ S5 നമ്മളെടുത്ത ഏതാണ്? OABC. S5 OABCയിൽ വൈയും ഇസഡും 0 to 1 വേരി ചെയ്യുന്നു. ഇത് YZ പ്ലെയിൻ ആണ്, അവിടെ x equal to 0. സോ ഓൺ OABC x equal to 0 ആൻഡ് വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ n? യൂണിറ്റ് വെക്ടർ n ഇനി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം ഇത് YZ പ്ലെയിൻ ആണ്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് x ആക്സിസ് പോകുന്നത്. സോ യൂണിറ്റ് വെക്ടർ ഈസ് -i. So -i. Now f dot n. What is f dot n? f dot n നോക്കുമ്പോൾ i നോക്കിയാൽ മതി, ഇതാണ് ഐയുടെ മാത്രം കമ്പോണൻറ്റ് നമ്മൾ പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ x ആണ് വരുന്നത്, ബട്ട് x is equal to 0. സോ f dot n is equal to 0. Therefore double integral over S5 f dot n ds is equal to 0 അല്ലേ? ds എന്താണെന്നൊന്നും അവിടെ പറയണ്ട, 0 ആണ്. അപ്പോൾ S5ൻ്റെ നമുക്ക് 0 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ഫേസ് ഏതാണ്? ഈ ഒരു ഫേസിൻ്റെ OABCയുടെ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കത് അത്ര കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പെട്ടെന്ന് കുറച്ച് പ്രയാസമാണ്. ഒരു കയ്യിൽ നമ്മളൊരു മോഡൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫേസ്, ഓപ്പോസിറ്റ് ഫേസസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് OABCയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് FGED ആണ്. FGED എന്ന ഫേസാണ്. അവിടെ x equal to 1 ആയിരിക്കും. സോ ഓൺ S6 that is FGED
ഡി ഇ എന്ന ഫേസ് ആണ്. അവിടെ എന്താ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ? യൂണിറ്റ് വെക്റ്റർ എൻ ഈസ് ഐ. എൻ എന്ന യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതേ ഡയറക്ഷനിൽ പോകുന്നതാണ്. സോ എൻ ഈസ് ഈക്വൽ ടു ഐ ആയിരിക്കും. ആൻഡ് ഡി എസ് ഈക്വൽ ടു ഡി വൈ ഡി ഇസഡ് അല്ലേ. നൗ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S6 എഫ് ഡോട്ട് എൻ ഡി എസ്. എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എൻ നമ്മൾ നോക്കിയില്ല, എൻ ഐ ആണ്. ഇതാണ് എഫ് ഡോട്ട് എൻ എന്ന് പറയുമ്പോൾ എക്സ് വരും, ബട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1. സോ എഫ് ഡോട്ട് എൻ ഡി എസ് ഈസ് 1. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 ഡി വൈ ഡി ഇസഡ് എന്ന് കൊടുത്തു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 dy വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ y വരും, വിത്തിൻ ദ ലിമിറ്റ് 0 to 1 dx. ദിസ് ഈസ് ഈക്വൽ ടു 1. That is integral 0 to 1 dx. This is equal to 1. So S6 is equal to 1 എന്നും കിട്ടി. അപ്പോൾ നമ്മൾ 6 ഫേസിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യം നമ്മൾ ഡൈവേർജൻസ് തിയറം ഡൈവേർജൻസ് തിയറം വെച്ചിട്ട് സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചെന്നും നമുക്ക് കിട്ടിയ വാല്യൂ 3/2 ആണ്. 3/2 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് ആദ്യം ഡൈവേർജൻസ് തിയറം വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നൗ ഇൻ്റഗ്രൽ ഓവർ S double integral over S f dot n ds is equal to double integral over S1 plus double integral over S2 plus double integral over S3 plus double integral over S4 plus double integral over S5 plus double integral over S6. ഇത്രയും എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു നമുക്ക് നോക്കാം. എല്ലാ വാല്യൂസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വാല്യൂ ഈസ് 0 പ്ലസ് 1/2 മൈനസ് 1/2 പ്ലസ് 1/2 പ്ലസ് 0 പ്ലസ് 1. സോ ദിസ് പ്ലസ് 1/2 മൈനസ് 1/2 ഗെറ്റ് ക്യാൻസൽഡ്. 1 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 3/2. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ വെച്ചിട്ട് ചെയ്തപ്പോഴും ഡൈവേർജൻസ് തിയറം വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 3/2 എന്ന് ആൻസർ കിട്ടി. സോ ഹെൻസ് ദിസ് തിയറം ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് വെരിഫൈ ചെയ്ത് കാണിച്ചു. സോ നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. കൺക്ലൂഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഹെൻസ് ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഹെൻസ് ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.